ഞാൻ SSLC പഠിച്ച സ്കൂളിൻ്റെ മുറ്റത്താണ് ഉള്ളത്, നെടുങ്ങോം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള്. അപ്പോൾ ഞാനും അക്ഷയും സായിജും കൂടിയിട്ട് ചുമ്മാ ഒരു റൈഡിന് ഇങ്ങനെ വന്നതാണ് വണ്ടി എടുത്തിട്ട്. അപ്പോൾ സായിജ് ഇതേ വണ്ടി എടുത്തിട്ട് വരുന്നുണ്ട്. കുറേ പേര് വണ്ടി എങ്ങനെയുണ്ട് ഉപയോഗിച്ചിട്ട്, നല്ലതാണോ, സുഖമുണ്ടോ, ഡ്രൈവ് കംഫർട്ടബിൾ ആണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ, എൻ്റെ ഒരു യൂസർ റിവ്യൂ കൂടി പറയാം. ഇനി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ. ഇപ്പം ഞാൻ ഏതാണ്ട് 1500 കിലോമീറ്ററോളം ഈ വണ്ടി ഓടിച്ചു. ഇപ്പോൾ കണ്ടോ, സൗണ്ട് കണ്ടോ, ഇത്രയും സൗണ്ട് ഉള്ളൂ. വണ്ടിക്ക് വലിയ ഒച്ചപ്പാടൊന്നും ഉള്ള വണ്ടിയല്ല, ഹൈബ്രിഡ് വണ്ടി ആയതുകൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ആൻഡ് സ്റ്റഡി ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു വെഹിക്കിളാണ്. ടൊയോട്ടയുടെ ഒരു ഹൈബ്രിഡ് വെഹിക്കിളാണ് നമ്മുടെ കയ്യിലുള്ളത്. അതായത് ഇലക്ട്രിക് മോട്ടോറും പെട്രോൾ എഞ്ചിനും ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. കൂടുതൽ മൈലേജ് ലഭിക്കുന്നതുകൊണ്ടും വാഹനത്തിൻ്റെ പെർഫോമൻസ് വേറെ ലെവലിലാകുന്നതുകൊണ്ടുമാണ് ഈ ഹൈബ്രിഡ് ടെക്നോളജി കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഫേമസ് ആയിട്ടുള്ളത്. നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഹൈബ്രിഡ് സീരീസിൽ ഇന്ത്യയിൽ ടൊയോട്ട ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഇന്നോവയുടെ 4 വേരിയൻറ്റുകളുണ്ട്. VX, VXO, ZX, ZXO. അതിൽ VXO എന്ന മോഡലാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതിൻ്റെ നേരെ മുകളിൽ മറ്റൊരു മോഡൽ കൂടിയുണ്ട്, ZXO. എന്തുകൊണ്ട് അത് ചൂസ് ചെയ്തില്ല എന്നുള്ളത് ശ്രദ്ധിച്ച് കേട്ടോ. ചിലപ്പോൾ പല ആളുകൾക്കും അതൊരു ഓപ്ഷനായിട്ട് ചൂസ് ചെയ്യാൻ കാരണമായേക്കും. അതായത് ഞാൻ ഈ ഒരു വണ്ടി ചൂസ് ചെയ്യാൻ പോയ സമയത്ത് എൻ്റെ മനസ്സിലുള്ളൊരു കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സിനെയും കൂട്ടിയിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു വെഹിക്കിൾ എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിയിട്ടാണ് ഇന്നോവ എന്ന ഓപ്ഷനിലേക്ക് വരുന്നത്. ഇപ്പോൾ ZXO എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ടോപ്പ് എൻഡ് എന്ന് പറയുമ്പോൾ അതിൽ അഡാസ് ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. അതായത് ലൈൻ അസിസ്റ്റ്, ഓട്ടോ ബ്രേക്കിംഗ്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ, ഓട്ടോമാറ്റിക് സീറ്റുകൾ, JBLൻ്റെ ഫുൾ മ്യൂസിക് സിസ്റ്റം, അങ്ങനെയുള്ള കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വണ്ടിയായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ZX സീരീസിൽ 8 സീറ്റർ വെഹിക്കിൾ വരുന്നില്ല, 7 സീറ്റർ മാത്രമാണ് ഇന്നോവ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ മിഡിൽ സീറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സിംഗിൾ ആയിട്ടുള്ള സീറ്റുകളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വെഹിക്കിൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ആളെ ഇരിക്കാനുള്ള സീറ്റ് കുറയല്ലോ എന്നുള്ളതുകൊണ്ടാണ് VX എന്ന സീരീസിലേക്ക് നമ്മൾ പോകുന്നതും VXൽ VXO എന്ന് പറയുന്ന ടോപ്പ് എൻഡ് വേർഷനിലേക്ക് വരുന്നതും. ഇതപ്പോൾ ഒരു 8 സീറ്റർ വെഹിക്കിളാണ്. അതാണ് ഏറ്റവും വലിയൊരു ഗുണം. ഇനി VXOയും ZXOയും തമ്മിലുള്ള ഡിഫറൻസ് പറയുന്നത് ഏതാണ്ട് 3-3.5 ലക്ഷത്തോളം രൂപയിലുള്ള ഒരു ഡിഫറൻസ് മാത്രമാണ് ഉള്ളത്. ആ ഒരു ഹൈ എൻഡ് ഫീച്ചേഴ്സ് എൻജോയ് ചെയ്യണം ആഗ്രഹമുള്ള ആളുകൾ തീർച്ചയായിട്ടും ZXO മാത്രം ചൂസ് ചെയ്യുക എന്നുള്ളത് പ്രത്യേകം ഞാൻ പറയുകയാണ്. നമുക്ക് കൂടുതൽ ആൾക്കാരെ ഉള്ളിക്കൊള്ളിക്കണം എന്ന് ആഗ്രഹമുള്ള ആളുകൾ VXO ആയിരിക്കും ചൂസ് ചെയ്യുന്നത് ബെസ്റ്റ്. 52 ലിറ്ററിൻ്റെ ഒരു പെട്രോൾ ഫ്യൂവൽ ടാങ്കാണ് ഈ ഒരു വെഹിക്കിളിനുള്ളത്. ഹൈബ്രിഡ് ടെക്നോളജി ഉള്ള വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ കമ്പനി പറയുന്ന മൈലേജ് എന്ന് പറയുന്നത് 23 km/ലിറ്റർ ആണ്. പക്ഷേ എനിക്ക് ഓൺ റോഡ് ഇപ്പം ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. ആദ്യത്തെ സർവീസ് ഇന്നലെ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതുവരെയുള്ള സമയത്ത് ഞാനൊരു 1300ഓളം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആവറേജ് ഒരു 14 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്. പക്ഷേ പല ആളുകൾക്കും 16, 17, 20 ഒക്കെ മൈലേജ് കിട്ടുന്ന ആളുകളുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. ഇൻ ഫ്യൂച്ചർ എനിക്കും അതുപോലെ കിട്ടുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ എൻ്റെ മനസ്സിലുണ്ട്. നിലവിൽ എനിക്കൊരു 14 കിലോമീറ്റർ മൈലേജ് ഈ ഒരു വെഹിക്കിളിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ റൈഡ് എന്ന് പറയുന്നത് അത്ര ഭയങ്കര സൂപ്പർ റൈഡൊന്നുമല്ല. നന്നായിട്ട് എക്കോ കീപ്പ് ചെയ്തിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആളുകൾക്ക് നല്ല മൈലേജ് കിട്ടും എന്നുള്ളത് ഉപയോഗിച്ച ആളുകൾ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, സീറ്റിംഗ് കപ്പാസിറ്റിയാണ് ഈ ഒരു വെഹിക്കിൾ ചൂസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ മിഡിൽ റോയിലെ സീറ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതൊരു ഫാബ്രിക് സീറ്റ്സ് ആണ് ഇതിൽ നൽകിയിട്ടുള്ളത്. മിഡിലിൽ നമുക്ക് സെപ്പറേറ്റ് ഒരു സ്പേസ് ഇല്ല. ZXO വേരിയൻറ്റിൽ ഇവിടെ ഒരു സ്പേസ് ആയിരിക്കും ഉണ്ടാവുക, ബാക്കോട്ട് പോകാനുള്ള വേ ഉണ്ടാവും. ബാക്ക് സീറ്റിലേക്കുള്ള ഒരു ആക്സസ് ഞാൻ കാണിച്ചു തരാം. സിമ്പിളായിട്ട് നമുക്ക് മൂവ് ചെയ്തിട്ട് ബാക്കിൽ കയറാം. സഫീഷ്യൻ്റ് ആയിട്ടുള്ള ലെഗ് സ്പേസ് ഈ ഒരു വെഹിക്കിളിന് ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പൊതുവേ 8 സീറ്റർ വെഹിക്കിളിൽ ലാസ്റ്റ് റോയിൽ ഇറങ്ങിയിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ അത് കുട്ടികളെ ഇരുത്താൻ വേണ്ടിയിട്ടുള്ളൊരു സീറ്റായിട്ടാണ് നമ്മൾ 8 സീറ്റർ ആണെങ്കിലും പറയാറുള്ളത്. പക്ഷേ ഇന്നോവ ഹൈക്രോസിൻ്റെ ലാസ്റ്റ് സീറ്റ് എന്ന് പറയുന്നത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ലെഗ് സ്പേസ് ഉള്ള, ഹെഡ് മേലെ തട്ടാത്ത രീതിയിലുള്ള നല്ലൊരു സീറ്റിംഗ് ആണുള്ളത് കേട്ടോ. ഇനി അതുപോലെ തന്നെ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. ഇത് പല രീതിയിൽ ഇവിടുന്ന് ബാക്കോട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സുഖമായിട്ട് ഉറങ്ങിയിട്ടൊക്കെ യാത്ര ചെയ്യേണ്ട ആളുകൾക്ക് അതിനൊക്കെ പറ്റുന്ന രീതിയിലാണ് ഏറ്റവും അവസാനത്തെ റോയും സെറ്റ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ലാസ്റ്റ് റോയിൽ ഇരിക്കുന്ന ആളുകൾക്ക് കപ്പ് ഹോൾഡറും ഹാൻഡ് റെസ്റ്റിനും ഒക്കെ ഏരിയ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് സീറ്റ് പാസഞ്ചേഴ്സിനും നല്ല വാല്യൂ നൽകുന്ന രീതിയിലാണ് ഇന്നോവ ഈ ഒരു മോഡൽ അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. ഏറ്റവും ലാസ്റ്റ് റോയിൽ ഇരിക്കുന്ന ആൾ ഫ്രണ്ടിൽ നിന്ന് ഒരുപാട് ദൂരെയുള്ളത് പോലെ ഫീൽ ചെയ്യും എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഇനി ലാസ്റ്റ് റോയിൽ ഇരിക്കുന്ന ആൾക്ക് മുന്നിലുള്ള ഒരാളുടെ സഹായം കൂടാതെ തന്നെ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതെ, ഇവിടുന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സീറ്റ് നമുക്ക് മുന്നോട്ട് മൂവ് ചെയ്യാം, ഡോർ തുറക്കാം, ഈസി ആയിട്ട് നമുക്ക് തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. മിഡ് റോയിൽ ഇരിക്കുന്ന ആൾക്ക് ഇത്രയും ലാവിഷായിട്ട് ഇരിക്കാനുള്ള ഒരു ലെഗ് സ്പേസ് ഈ ഒരു വെഹിക്കിളിനുണ്ട്. അതുപോലെ തന്നെ ഒരു കപ്പ് ഹോൾഡറും നൽകിയിട്ടുണ്ട്. മേലേക്ക് വെച്ച് കഴിഞ്ഞാൽ 3 പേർക്ക് സുഖസുന്ദരമായിട്ട് ഇരിക്കാനുള്ളൊരു സ്പേസ് ടൊയോട്ട ഇന്നോവ ഹൈക്രോസിനുണ്ട്. റിയർ AC ആൻഡ് ലൈറ്റ് കൺട്രോൾ ഓപ്ഷൻസ് ആണ് ഇത് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ 2 Type-C പോർട്ടുകളും ബാക്കിൽ നൽകിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് കവറിൽ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരുമ്പോൾ അത് തൂക്കിയിടാനുള്ള ഒരു ഹുക്ക് ബാക്കിൽ നൽകിയിട്ടുണ്ട് കേട്ടോ.
ഇന്നോവ ഹൈക്രോസ് VXOയുടെ സ്റ്റിയറിംഗ് വീലാണ് ഈ കാണുന്നത്. ഒരു സൈഡിൽ ഓഡിയോ കൺട്രോള്, ഫോൺ കൺട്രോള്, വോയിസ് കമാൻഡ്സ് തുടങ്ങിയ ഓപ്ഷൻസ് ആണെങ്കിൽ മറ്റേ സൈഡിൽ ക്രൂയിസ് കൺട്രോള് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ഡിജിറ്റൽ മീറ്റർ ആണ് നൽകിയിട്ടുള്ളത്. ഹൈബ്രിഡ് ടെക്നോളജിയുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. എനർജി എങ്ങനെ കൺസ്യൂം ചെയ്യുന്നു എന്നുള്ളതൊക്കെ വണ്ടി ഓടുന്നതിനിടയിൽ നമുക്ക് അവിടെ ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കും. ജസ്റ്റ് ഇപ്പോൾ മൂവ് ചെയ്യുമ്പോൾ കണ്ടോളൂ, കണ്ടോ ഏത് രീതിയിലാണ് എനർജി കൺസ്യൂം ചെയ്യുന്നത് എന്നുള്ളത് ഡിസ്പ്ലേയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബാറ്ററി ചാർജ് ചെയ്യുന്നതും ബാറ്ററിയിൽ നിന്ന് എഞ്ചിനിലേക്ക് പവർ പോകുന്നതും തിരിച്ചു വരുന്നതും ഒക്കെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഇതിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 200 km/h ആണ്. പിന്നെ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു പുഷ് സ്റ്റാർട്ട് ഓപ്ഷനാണ് ഈ ഒരു വെഹിക്കിളിനുള്ളത്. വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞാൽ റെഡി എന്നുള്ള ഓപ്ഷൻ കാണുമ്പോൾ നമ്മൾ മൂവ് ചെയ്യണം. സൗണ്ട് കേട്ടിട്ട് ചിലപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. VXOയിലുള്ളൊരു അഡീഷണൽ സേഫ്റ്റി ഫീച്ചറാണ് നമുക്ക് 360 ക്യാമറ ലഭിക്കുന്നുണ്ട് എന്നുള്ളത്. ഇപ്പോൾ റിവേഴ്സ് നൽകുന്ന സമയത്ത് നമുക്ക് കാണാം, പാർക്ക് അസിസ്റ്റും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതായിട്ട് കാണാം. അതുപോലെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ആയിട്ട് കപ്പ് ഹോൾഡേഴ്സ് നൽകിയിട്ടുണ്ട്. പിന്നെ VXOയിലേക്ക് വരുമ്പോൾ JBLന്റെ 10-inch ഇൻഫോർടൈൻമെന്റ് ഡിസ്പ്ലേ ആണ് ഈ ഒരു വെഹിക്കിളിന് നൽകിയിട്ടുള്ളത്. അതിൽ ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേ ഒക്കെ വർക്ക് ചെയ്യും കേട്ടോ. സഫീഷ്യൻ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് എല്ലായിടത്തും നൽകിയിട്ടുണ്ട്. ഗിയർ പാഡിന്റെ നേരെ താഴെയായിട്ട് USB സ്ലോട്ടും അതുപോലെ തന്നെ Type-C പോർട്ടും നൽകിയിട്ടുണ്ട്. ഗിയർ ബോക്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാം. EV മോഡും അതുപോലെ തന്നെ ഹോൾഡ് ബട്ടണും പാർക്ക് ബട്ടണും അതുപോലെ തന്നെ 360 വ്യൂ കാണാണ്ട് അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ തന്നെ ചുറ്റിലുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കും. ഈ ഹോൾഡ് എന്നുള്ള ഓപ്ഷന്റെ ഉപയോഗം എന്താ, രണ്ടുപേരും പറഞ്ഞേ. അതായത് നമ്മൾ ഹില്ലിലൊക്കെ നമ്മൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് ഹാൻഡ് ബ്രേക്ക്, അതാ ഹാൻഡ് ബ്രേക്ക്, അതാ ഹാൻഡ് ബ്രേക്ക് ഞാൻ കാണിച്ചു തരട്ടെ അതിന്റെ ഉപയോഗം. അത് ഹാൻഡ് ബ്രേക്ക് ആയിട്ട് പറയാൻ പറ്റുമോ എന്നറിയില്ല. ഇപ്പൊ സിഗ്നലിലൊക്കെ വണ്ടി നിർത്തുന്ന സമയത്ത് ഹോൾഡ് അടിച്ചിട്ട് വണ്ടി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്കിൽ നിന്ന് കാലെടുക്കാം. ഇപ്പൊ വണ്ടി ഇതേ ഹോൾഡിലാണ് ഉള്ളത്. ഇനി നമ്മൾ എപ്പോൾ ആക്സിലേറ്റർ കൊടുക്കുന്നോ അപ്പോൾ ഈ ഹോൾഡ് മാറിയിട്ട് വണ്ടി മൂവ് ചെയ്യും. അതാണ് ഹോൾഡ് എന്നുള്ളതിന്റെ ഉപയോഗം കേട്ടോ. സിഗ്നലിലൊക്കെ നമുക്ക് ബ്രേക്ക് ചവിട്ടി പിടിച്ച് നിൽക്കേണ്ട, അല്ലെങ്കിൽ അത് പാർക്കിലേക്ക് മാറ്റണ്ട എന്നുള്ളതാണ് ഈ ഹോൾഡ് എന്നുള്ള ബട്ടനെ കൊണ്ടുള്ള ഉപയോഗം. മനസ്സിലായോ? അതന്നെ ആ സംഭവം. ഞാൻ ആ സിഗ്നൽ കണ്ടിട്ട് ഹാൻഡ് ബ്രേക്ക് ആണ് ഐഡന്റിഫൈ ചെയ്താണ് സാർ. ഓരോരോ തത്വം അപ്പം ഉണ്ടാക്കലാണ്. അതുപോലെ VXOയിൽ പനോരമിക് സൺറൂഫും വരുന്നുണ്ട് കേട്ടോ. വിശാലമായ ഒരു സൺറൂഫ് ആസ്വദിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ഒരു വെഹിക്കിളിനുണ്ട്. 17-inch അലോയ് വീൽസ് ആണ് VXOയിൽ വരുന്നത്. ZXOയിലേക്ക് വരുമ്പോൾ 18-inch അലോയ് വീൽസ് ആയിരിക്കും ലഭിക്കുക. ഈ ഒരു മോഡലിൽ നമുക്ക് ഫോഗ് ലാമ്പും വരുന്നുണ്ട്. നല്ലൊരു മസ്കുലാരിറ്റി ഉള്ള ലുക്കിലാണ് ഈ ഒരു വെഹിക്കിളിന്റെ ഡിസൈൻ. ഇന്നോവ ഹൈക്രോസ് VXO എന്ന് പറയുന്ന ഒരു 4 സിലിണ്ടർ വെഹിക്കിളാണ്. 2000 cc ഇതിന്റെ പവർ ലഭിക്കുന്നത്. നല്ല പവർ നമുക്ക് ഫീൽ ചെയ്യും വണ്ടി ഓടിച്ചു പോകുമ്പോൾ തന്നെ. പിന്നെ പോരാത്തതിന് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൈസിംഗ് ആണ് ഓരോ മോഡലിനും ഉള്ളത്. അതിൽ നമ്മൾക്ക് ഈ ഒരു വെഹിക്കിൾ ഓൺ റോഡ് ഇറങ്ങുമ്പോഴേക്ക് ഏതാണ്ട് 37,90,000 രൂപയായിട്ടുള്ളത്. ഇതിൽ തന്നെ 1,07,000 രൂപയുടെ എക്സ്ട്രാ ഫിറ്റിങ്സ് നമ്മൾ കയറ്റിയിട്ടുണ്ട്. അതിൽ ഉദാഹരണത്തിന് ഈ ഇന്നോവ എന്ന് എഴുതുന്നതൊക്കെ എക്സ്ട്രാ ഫിറ്റിങ്സിൽ വരുന്നതാണ്. അതുപോലെ ഈ ഒരു ലൈനിങ് എന്ന് പറയുന്ന എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ്. പിന്നെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് താഴത്തെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മൾ അഡീഷണലി പേ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഈ കാണുന്ന ക്രോം ഫിനിഷൊക്കെ നമ്മൾ എക്സ്ട്രാ ഫിറ്റിങ്സിൽ വരുന്നതാണ്. ഈ ക്രോം മുകളിലുള്ള ഈ ഒരു ഭാഗം ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഈ വെഹിക്കിൾ എടുക്കാൻ പോകുന്ന ആളുകൾക്ക് ഒരു ആഡഡ് സംഭവം ആയിക്കോട്ടെ, അവർക്ക് കൂടുതൽ ഇൻഫർമേഷൻ ആയിക്കോട്ടെ എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. കാരണം ഈ വണ്ടിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പ്രഗത്ഭർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കുറച്ച് റിവ്യൂസ് പറയുന്നേ ഉള്ളൂ. ഇതൊക്കെ എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ്. ഈ കാണുന്നത് എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് റെക്കോർഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വെഹിക്കിൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റോഡിലെ കാഴ്ചകൾ റെക്കോർഡ് ചെയ്തെടുക്കുന്ന രീതിയിലുള്ള ഒരു റെക്കോർഡറും സെറ്റ് ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ ഓൾ ഇന്നോവ ഹൈക്രോസ് എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. നമുക്ക് ഉപയോഗിക്കുമ്പോൾ വളരെയധികം കംഫർട്ട് തോന്നുന്ന, വളരെയധികം ഇഷ്ടം തോന്നുന്ന ഒരു ഡ്രൈവ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു വെഹിക്കിളിൽ എനിക്ക് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്ത്യയിലെ പ്രൈസ് എന്ന് പറയുന്നത് ടാക്സ് കാരണമായിരിക്കാം വലിയൊരു തുക തന്നെയാണ്. കാരണം ഈ ഒരു പ്രൈസിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 19 ലക്ഷമേ ഉള്ളൂ. പക്ഷേ ഇത് നമ്മൾ കയ്യിലേക്ക് എത്തുമ്പോഴേക്ക് 38 ലക്ഷത്തോളം രൂപയാകുന്നുണ്ട്. നേരെ ഡബിളാണ്. അതായത് ഈ വണ്ടിയുടെ പൈസ തന്നെ ഇതിന് ടാക്സ് ആയിട്ട് നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ അടുത്ത് വാങ്ങുന്നുണ്ട്. റോഡ് ടാക്സ് തന്നെ 7 ലക്ഷത്തോളം രൂപയുണ്ട്. എന്നിട്ട് നമ്മൾ പോകുന്ന വഴിക്കുള്ള ടോളുകളൊക്കെ കൊടുക്കുകയും വേണം. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. എന്തായാലും വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഈ ഒരു ബജറ്റ് കുഴപ്പമില്ലാത്തതാണെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നതാണ് ഇന്നോവ ഹൈക്രോസ്. അപ്പോൾ സിമ്പിളായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതിൻ്റെ ഒരു റിവ്യൂ പറഞ്ഞതേ ഉള്ളൂ. ഒരുപാട് പേര് ചോദിച്ചുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു വണ്ടിയെ പറ്റി